ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയിലെ ആദ്യ ഗാനം അങ്ങനെ പുറത്തിറങ്ങുകയാണ്. ഇന്നേ ദിവസം വരുന്നതായിരിക്കും. നമ്മുടെ കുഞ്ചാക്കോ ബോബനും ദർശന രാജേന്ദ്രനും തമ്മിലുള്ളൊരു ലവ് സോങ് ആയിരിക്കും. കാട്ടു തൊട്ടപ്പോൾ എന്നാണ് സോങ്ങിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സുഷിൻ്റെ ഒരു നല്ലൊരു സോങ് തന്നെ ഇന്നേ ദിവസം റിലീസാവട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയിലർ 2 പറ്റിയാണ്. സിനിമയിൽ നമ്മുടെ ഷാറുഖ് ഖാൻ ഒരു പോലീസ് വേഷമാണ് അവതരിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ബാലയെ ചേരുന്ന വേഷമാണിത്. പിന്നെ അദ്ദേഹം തന്നെ പിന്മാറിയതാണ് സിനിമയിൽ നിന്ന്. നമ്മുടെ രജനികാന്തിൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമയിൽ ഷാറുഖ് ഖാൻ എത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി ആ 4ാം ക്ലാസ്സുകാരൻ്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ദൃശ്യം 3യുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് 44 സെക്കൻഡുള്ള ഒരു ടീസർ ഇപ്പോൾ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ മാസം ആദ്യം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ അത്യാവശ്യം വൈകി. മിക്കവാറും നമ്മുടെ ഈ ആട് 3 റിലീസ് ചെയ്യണ മുന്നേ സിനിമയുടെ ടീസർ വരുന്നതായിരിക്കും. ബാച്ചിലർ പാർട്ടി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരികയാണല്ലോ. അപ്പോൾ സിനിമയുടെ പേര് ബാച്ചിലർ പാർട്ടി DS എന്ന് എല്ലാവർക്കും അറിയാം. സിനിമ ഈ വരുന്ന ഒക്ടോബർ 15 റിലീസ് ചെയ്യുന്നതായിരിക്കും. അതായത് പൂജ ഹോളിഡേയ്സിൻ്റെ ആ ഒരു ദിവസം. സിനിമയിൽ മറ്റ് താരങ്ങളായ നമ്മുടെ കുഞ്ചാക്കോ ബോബനുണ്ട്, ജ്യോതിർമയുണ്ട്, ഹൻസിക ഉണ്ട്. പിന്നെ നമ്മൾ മുൻ പറഞ്ഞ പോലെ സൗബിൻ, ഷൈൻ ടോം ചാക്കോ, നസ്ലിൻ, ടൊവിനോ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു മൾട്ടികാസ്റ്റ് ചിത്രത്തിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാം. തരുൺ മൂർത്തി ലാലേട്ടൻ കോമ്പോയിൽ വരുന്ന ചിത്രമാണല്ലോ L366. സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നമ്മുടെ കൊച്ചിയിൽ തൊടുപുഴയിൽ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കിടക്കാൻ പോകുന്നത് നമ്മുടെ മുംബൈ ഷൂട്ടിങ്ങിലേക്കാണ്. അപ്പോൾ മുംബൈയിൽ ഇനി വൻ പരിപാടികളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു മേജർ ഷൂട്ട് അവിടെയുണ്ട്. ഏകദേശം ഒരു ജൂൺ മാസം ആകുമ്പോഴായിരിക്കും സിനിമയുടെ മൊത്തം ഷൂട്ടിംഗ് പാക്കപ്പ് ആവുക. നമ്മുടെ ബദലേഹം കുടുംബ യൂണിറ്റ്, അതായത് ഗിരീഷ് ഷേഡി, നിവിൻ പോളി കോമ്പോയിൽ വരുന്ന ചിത്രത്തിൽ നമ്മുടെ ഫഹദ് ചെറിയൊരു ക്യാമിയോ റോൾ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റൂമേഴ്സ് മാത്രമാണ്, മേ ബി ചാൻസ് ഉണ്ട്. നമ്മുടെ എക്കോയുടെ ഡയറക്ടറായ ദിൻജിത്ത് അടുത്തായിട്ട് ചെയ്യാൻ പോണത് നമ്മുടെ പ്രഭാസിൻ്റെ ഒപ്പമാണ് എന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പമായിട്ടുള്ള മീറ്റിംഗൊക്കെ നടന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൊമ്പാല ഫിലിംസ് ആയിരിക്കും ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു മലയാളി ഡയറക്ടർ പ്രഭാസ് കോമ്പോയിൽ വരികയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. ഇനി കുറച്ച് OTT അപ്ഡേറ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ പെണ്ണ് കേസ്, നിഖില വിമലിൻ്റെ ഈ വർഷം ആദ്യമായിട്ട് റിലീസ് ചെയ്തൊരു മലയാളം ചിത്രം തന്നെയാണ്. സിനിമ നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അനുപമ പരമേശ്വരൻ്റെ ലോക്ക്ഡൗൺ എന്ന ചിത്രം നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം 3 ഭാഷയിലൂടെയാണ് സിനിമ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ശുക്രൻ എന്ന ഈ മലയാള ചിത്രം ഈ വരുന്ന മാർച്ച് 13 നമ്മുടെ സൺ നെക്സ്റ്റിൽ കൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. മാർച്ച് 13 തന്നെ പെണ്ണും പൊറാട്ടും എന്ന ചിത്രവും നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഏകദേശം 5ഓളം ഭാഷയിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അന്നേ ദിവസം തന്നെ നമ്മുടെ കപ്പിൾ ഫ്രണ്ട്ലി എന്ന ഈ ചിത്രവും ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.